നിങ്ങൾ എപ്പോഴും ഒരു ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ഒരു കാപ്പിയുടെ കൂടിയാണോ മരുന്ന് കഴിക്കാറ്? അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ആ മരുന്നിന്റെ എഫക്റ്റ് കുറയാനും അതേപോലെ തന്നെ റിസ്ക് കൂടാനും സാധ്യതയുണ്ട്. ഈ ചായ, കാപ്പി എന്നിവയെല്ലാം ഒരു ഡ്രിങ്ക്സ് മാത്രമല്ല, അതിൽ കഫീൻ, ടാനിൻസ് എന്ന് പറയുന്ന ചില കെമിക്കൽ കോൺസ്റ്റിറ്റ്വൻസ് കൂടി അടങ്ങിയിട്ടുണ്ട്. അത് ചില മരുന്നുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നിട്ട് ആ മരുന്നിന്റെ എഫക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഐ റിപ്പീറ്റ്, ചില മരുന്നുകളുടെ എഫക്റ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില മെഡിസിൻസിന് എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നാണ് അയൺ ആൻഡ് കാൽഷ്യം സപ്ലിമെന്റ്സ്. ഈ ചായയിലുള്ള ടാനിനും അതുപോലെ തന്നെ കാപ്പിയിലുള്ള കഫീനും കൂടി ചേർന്നിട്ട് ഈ അയണിന്റെ അബ്സോർപ്ഷന് അല്ലെങ്കിൽ ആമിലനത്തിന് അങ്ങ് തടയും. അതുവഴി ആ മരുന്നിന്റെ എഫക്റ്റ് അങ്ങ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഒരു ചായയുടെയോ അല്ലെങ്കിൽ ഒരു കാപ്പിയുടെ കൂടിയാണ് ഈ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതെങ്കിൽ അത് ആ മരുന്നിന്റെ ടോട്ടൽ എഫക്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തതാണ് ആന്റിബയോട്ടിക്സ്. ഈ സിപ്രോഫ്ലോക്സിസിൻ അതുപോലെ തന്നെ നോർഫ്ലോക്സിസിൻ പോലുള്ള ആന്റിബയോട്ടിക്സിന്റെ ഒപ്പം ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ കഫീന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. അതായത് കഫീൻ കുറേ സമയം നിങ്ങളുടെ ശരീരത്തിൽ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ ഒരു തലകറക്കമോ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത അവസ്ഥയോ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തതാണ് തൈറോയ്ഡ് മെഡിസിൻസ്. ഈ ചായ, കാപ്പി എന്നിവന്റെ പേരിൽ ഈ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് വെച്ചിട്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ പോലും അത് ആ മരുന്നിന്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആമിലനത്തിനെ തടയും. അതുവഴി ആ മരുന്നിന്റെ ടോട്ടൽ എഫക്റ്റ് കുറയാൻ സാധ്യതയുണ്ട്. നാലാമത്തതാണ് ചില പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ. ഈ വക മരുന്നുകളുടെ കൂടെ ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കാപ്പിയോ കഴിക്കുമ്പോൾ അത് ചില സൈഡ് എഫക്ട്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് വയറുവേദന അല്ലെങ്കിൽ സ്റ്റൊമക്ക് അപ്സെറ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നാം, പക്ഷേ നിങ്ങളുടെ ശരീരത്തിനുള്ളിലുള്ള എഫക്റ്റ് എന്ന് വെച്ചാൽ വളരെ വലുതായിരിക്കും. എപ്പോഴും ഒരു മരുന്ന് പ്ലെയിൻ വാട്ടർ അല്ലെങ്കിൽ പച്ചവെള്ളം വെച്ചിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മരുന്നും ഈ കഫീൻ ഡ്രിങ്ക്സും കഴിക്കുന്നതിനിടയിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇടവേള പാലിക്കുക.